ഞാൻ ജയചന്ദ്രൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇൻ GST. GSTയിലുള്ള റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ്. അതിലൂടെ എന്താണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം, സെക്കൻഡ് വൺ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ആരാണ് ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെട്ടിട്ടുള്ളത്, ഓക്കെ. തേർഡ് വൺ ഏതൊക്കെ കേസസിലാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അട്രാക്ട് ചെയ്യുക എന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. GSTയിലുള്ള ഒരു നോർമൽ പ്രാക്ടീസിന് വിപരീതമായിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഇത് റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ നോർമൽ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം. അത് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. S സെൽസ് ഗുഡ്സ് ടു R. ഓക്കെ, നോർമൽ പ്രാക്ടീസിൽ എസ് അപ്പോൾ തന്നെ ആറിന് എന്ത് ചെയ്യും, ഒരു ഇൻവോയ്സ് റൈസ് ചെയ്യും. വിത്ത് ടാക്സ്. ഓക്കെ, സപ്പോസ് എസ് ആറിന് കൊടുക്കുന്നത് 1000 rupees ഗുഡ്സ് ആണെന്ന് വിചാരിക്കുക. ആ കേസിൽ 1000 rupees പ്ലസ് GST കൊടുക്കും അല്ലെ. GST 180. എന്നിട്ട് ബില്ല് എമൗണ്ട് എത്രയായിരിക്കും, 1180 ആയിരിക്കും. അപ്പൊ 1180 എസിന് കൊടുക്കും. അപ്പൊ ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എസ് 1180. 1000 rupees അദ്ദേഹത്തിന്റെ ഗുഡ്സിന്റെ വാല്യൂ ആണ്. അത് അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ പോക്കറ്റിലേക്ക് ഇടും. നെക്സ്റ്റ് 180 എന്ത് ചെയ്യും, അദ്ദേഹം ഗവൺമെന്റിന് പേ ചെയ്യും ആസ് GST ആയിട്ട് പേ ചെയ്യും. ഇതാണ് നോർമൽ പ്രാക്ടീസ്. ഓക്കെ, ഇനി റിവേഴ്സ് ചാർജ് മെക്കാനിസം ആവുന്ന നേരം എന്ത് വരും എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുക, ആരായിരിക്കും റെസിപ്പിയന്റ് ആയിരിക്കും ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുക. എസ് ഒരു ബില്ല് റൈസ് ചെയ്യും. എസിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത്, ഗുഡ്സിന്റെ വാല്യൂന് മാത്രം ₹1000 മാത്രമേ ബില്ല് റൈസ് ചെയ്യുള്ളൂ. എന്തുണ്ടാവില്ല, GST ഇല്ലാത്ത അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്ത ബില്ലാണ് റൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ 1000 rupees എസിന് അടയ്ക്കും. അപ്പൊ ഇതിന്റെ മുകളിൽ ടാക്സ് അടയ്ക്കുന്നുണ്ടോ, ഇല്ല. ഇനി ഇതിന്റെ മുകളിൽ അദ്ദേഹം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. എക്സാമ്പിൾ 180. ഈ ടാക്സ് എമൗണ്ട് ഗവൺമെന്റിന് ഡയറക്റ്റ് ആയിട്ട് അടയ്ക്കും. ആര്, ആറ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കും. ഇതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഓക്കെ, ഇത് നമുക്കൊന്ന് നോക്കാം. GSTയിലുള്ള 2 സിസ്റ്റം GST രണ്ടെണ്ണമാണ്. ഏതൊക്കെയാണ്, ഫോർവേഡ് ചാർജ് മെക്കാനിസം, റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് അടയ്ക്കുന്നത് സപ്ലയർ ആണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് അടയ്ക്കുന്നത് റെസിപ്പിയന്റ് ആണ്. ഓക്കെ, സപ്ലയർക്ക് ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന ടാക്സ് ലയബിലിറ്റി ഇൻപുട്ട് കഴിച്ചിട്ട് ബാലൻസ് എമൗണ്ട് അടച്ചാൽ മതി. അപ്പൊ എന്ത് ചെയ്യുക, ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റെസിപ്പിയന്റ് വരുന്ന ടാക്സ് ലയബിലിറ്റിക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നോ ഇൻപുട്ട്. അദ്ദേഹം എന്ത് ചെയ്യണം, മസ്റ്റ് ആയിട്ടും ക്യാഷ് ആയിട്ട് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ വരുന്ന ടാക്സ് അടച്ചിരിക്കണം. എന്ത് ചെയ്യണം, ഷുഡ് പേ ഇൻ ക്യാഷ് അടച്ചിരിക്കണം. എന്നിട്ട് പേ ചെയ്തിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, ഇതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം. ഔട്ട്പുട്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഇൻപുട്ട് അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇതാണ് ഒന്നുകൂടി പറയാം. ഫോർവേഡ് ചാർജ് മെക്കാനിസം, റിവേഴ്സ് ചാർജ് മെക്കാനിസം. ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിൽ സപ്ലയർ ആണ് ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യതപ്പെട്ട ആൾ. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ റെസിപ്പിയന്റ് ആണ് ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെട്ട ആൾ. ഇതിൽ റെസിപ്പിയൻസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ടുമായിട്ട് നെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എന്ത് ചെയ്യണം, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലൂടെ എറൈസ് ചെയ്യുന്ന ടാക്സ് ലയബിലിറ്റി ഷുഡ് പേ ഇൻ ക്യാഷിൽ അടയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഈ റെസിപ്പിയന്റ് എപ്പോഴാണ് ടാക്സ് അടയ്ക്കാനുള്ള ബാധ്യത, ടാക്സ് ലയബിലിറ്റി റെസിപ്പിയന്റ് എപ്പോഴാണ് എറൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്താണ് റെസിപ്പിയന്റ് റിസീവ് ഗുഡ്സ്, recipient receive services. രണ്ട് കേസ്
ഫസ്റ്റ് ഗുഡ്സിന്റെ കേസിൽ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ്, ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ് എന്നാണോ അദ്ദേഹം ആ ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ആ ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട്, അദ്ദേഹത്തിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരം അദ്ദേഹം എന്നാണ് പേയ്മെന്റ് നടത്തുന്നത്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്, എന്നാണോ ആ പേയ്മെന്റ് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ആവുന്നത്, വിച്ച് എവർ ഈസ് ഏർലിയർ. ഇതിൽ ഏതാണോ വിച്ച് എവർ ഈസ് ഏർലിയർ, ഏതാണോ ആദ്യം അത്, അല്ലെങ്കിൽ ദി ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിൽ ഉള്ളിൽ ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോൾ മുതൽ റെസിപ്പിയന്റ് ടാക്സ് ലയബിലിറ്റി എറൈസ് ചെയ്യും. എന്തിന്റെ കേസിൽ? അദ്ദേഹം ഗുഡ്സ് റിസീവ് ചെയ്യുന്ന കേസിൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഒന്ന് ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ഗുഡ്സ്, ഒന്നുകിൽ ഗുഡ്സ് റിസീവ് ചെയ്യുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട്, ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രകാരം അദ്ദേഹം പേയ്മെന്റ് നടത്തുന്ന ദിവസം, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്, അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്ത് ആ എമൗണ്ട് പോകുന്നേരം, അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആ എമൗണ്ട് ഡെബിറ്റ് ആവുന്നത്, ആ പേയ്മെന്റ് ഡെബിറ്റ് ആവുന്നേരം അതിലേതാണോ ആദ്യം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ദി ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 30 ദിവസത്തിൽ ഉള്ളിൽ. ഓക്കെ, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അപ്പോഴാണ് റെസിപ്പിയന്റ് ടാക്സ് ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത്. ഈ സർവീസസിന്റെ കേസിൽ നോക്കാം. സർവീസസിന്റെ കേസിൽ സർവീസ് റിസീവ് ചെയ്യുന്നത് നോക്കുന്നില്ല. ഫസ്റ്റ് കേസ് വരുന്നത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആസ് പെർ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓർ ഡേറ്റ് ഓഫ് ഡെബിറ്റ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്, ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഡെബിറ്റഡ് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട്, അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ദിവസം, അതിൽ ഏതാണ് ആദ്യം. രണ്ടാമത്തെ കേസിൽ വരുന്നത് ഇത് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് 60 days, ഇവിടെ 30 days ആണ്, ഇവിടെ 60 days ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 60 daysന്റെ ഉള്ളിൽ. ഇങ്ങനെ ഇത് ഈ രണ്ട് കേസിൽ ഇങ്ങനെയാണ് റെസിപ്പിയന്റ് ടാക്സ് ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത്. ഇനി ഒരു കേസ് വരുന്നത് ഇത് മൂന്നും നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കേസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ സർവീസസിന്റെ കേസ് ഇത് രണ്ടും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാത്ത കേസ്. അപ്പോൾ എപ്പോഴാണ് ടാക്സ് ലയബിലിറ്റി അറൈസ് ചെയ്യുന്നത്? ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദി ബുക്സ് ഓഫ് റെസിപ്പിയൻ, റെസിപ്പിയൻ എപ്പോഴാണോ ആ എൻട്രി അദ്ദേഹത്തിന്റെ ബുക്കിൽ എൻട്രി ചെയ്യുന്നത് അപ്പോൾ മുതൽ അദ്ദേഹത്തിന് എന്ത് ജി എസ് ടി ടാക്സ് ലയബിലിറ്റി അറൈസ് ചെയ്യും. ഓക്കെ, ഏതൊക്കെ കേസസിലാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അട്രാക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, സപ്ലൈ ഫ്രം അൺരജിസ്റ്റേർഡ് ഡീലർ ടു രജിസ്റ്റേർഡ് ഡീലർ. ഒന്നെന്താണ് ഒരു രജിസ്റ്റേർഡ് ഡീലർ അൺരജിസ്റ്റേർഡ് ഡീലർ അടുത്തുനിന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസ് റിസീവ് ചെയ്യുന്ന കേസ്. ഓക്കെ, സെക്കൻഡ് വൺ, അപ്പൊ എന്താണ് അൺരജിസ്റ്റേർഡ് ഡീലർക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ കഴിയില്ല, അപ്പൊ ആ ലയബിലിറ്റി ആരിലേക്ക് ഫോർവേഡ് ചെയ്യപ്പെടും? രജിസ്റ്റേർഡ് ഡീലറിലേക്ക്, റെസിപ്പിയന്റ് അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നെക്സ്റ്റ്, സർവീസസ് ത്രൂ ഇ കോമേഴ്സിലൂടെയുള്ള സർവീസസിന്റെ കേസിലും ആരായിരിക്കും ടാക്സ് അടയ്ക്കാൻ ലയബിൾ? റെസിപ്പിയന്റ് ആയിരിക്കും ടാക്സ് അടയ്ക്കാൻ ലയബിൾ. ഇപ്പൊ നമുക്കറിയാം ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഓൺലൈൻ മാർക്കറ്റിംഗ്. ഒന്ന് ഫസ്റ്റ് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വന്ന് സപ്ലൈ ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ് സർട്ടിഫൈഡ് ബൈ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് സർട്ടിഫൈ ചെയ്ത സർട്ടൻ ഗുഡ്സിന്റെയും സർവീസസിന്റെയും സപ്ലൈ എന്ത് അട്രാക്ട് ചെയ്യും? റിവേഴ്സ് ചാർജ് മെക്കാനിസം അട്രാക്ട് ചെയ്യും. ഈ മൂന്ന് കേസസ് ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അട്രാക്ട് ചെയ്യുന്ന കേസസ്. ഫസ്റ്റ് വൺ, സപ്ലൈ ഫ്രം അൺരജിസ്റ്റേർഡ് ഡീലർ ടു എ രജിസ്റ്റേർഡ് ഡീലർ. സെക്കൻഡ് വൺ, സർവീസസ് ത്രൂ ഇ കോമേഴ്സ്. തേർഡ് വൺ, സപ്ലൈ ഓഫ് സർട്ടൻ ഗുഡ്സ് ആൻഡ് സർവീസസ് സർട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ, നെക്സ്റ്റ് ഇത് കൺഫ്യൂഷൻ ഇല്ല, ഇതൊക്കെ. നെക്സ്റ്റ്, ഇത് ഏതൊക്കെയാണ് ആ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് സർട്ടിഫൈ ചെയ്ത ഗുഡ്സ് ആൻഡ് സർവീസസ് ഏതൊക്കെയാണെന്ന് നമുക്കൊരു ജസ്റ്റ് ഒന്ന് നോക്കാം. ഗുഡ്സ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഹെഡിങ് മാത്രമേ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒന്ന് കാഷ്യൂ നട്ട്സ്. സെക്കൻഡ് വൺ
bid wrapper, bid wrapper leaves, bid wrapper leaves. Third one, tobacco leaves, tobacco leaves. Next one, silk yarn, silk yarn. Fourth one, raw cotton, raw cotton. Fifth one, supply of lottery, supply of lottery. Okay. Next, sixth one, used vehicles, seized used vehicles, used vehicles, seized. Okay, used vehicles, seized and confiscated. Confiscated goods. Now, used vehicles, seized and confiscated goods. Next, old and used goods. Next, waste and scrap. Waste and scrap. Okay, ഇതൊക്കെയാണ് സ്പെസിഫൈഡ് ഗുഡ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കാഷ്യൂ നട്ട്സ്, നെക്സ്റ്റ് ബിഡ് റാപ്പർ ലീവ്സ്, നെക്സ്റ്റ് ടൊബാക്കോ ലീവ്സ്, സിൽക്ക് യാൺ, റോ കോട്ടൺ, സപ്ലൈ ഓഫ് ലോട്ടറി, നെക്സ്റ്റ് യൂസ്ഡ് വെഹിക്കിൾസ് സീസ്ഡ് ആൻഡ് കോൺഫിസ്കേറ്റഡ് ഗുഡ്സ്, ഓൾഡ് ആൻഡ് യൂസ്ഡ് ഗുഡ്സ്, വേസ്റ്റ് ആൻഡ് സ്ക്രാപ്പ്. ഇത്രയാണ് സ്പെസിഫൈഡ് ഗുഡ്സ്. സ്പെസിഫൈഡ് സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ GTA സർവീസ്, GTA service, goods transport agency services. Next, legal service, legal service. Next, arbitral service, arbitral service. Sponsorship service, sponsorship service. Government service, government service. Sixth one, services by a director, services by a director, director. Insurance agent service, insurance agent service, agent service. Recovery agent service, recovery agent service. Ninth, copyright service, copyright service, copyright service. 10th, business facilitator, business facilitator. 11th, an agent of business correspondent, an agent of security service. Next one, security service, security service. Renting of any vehicle renting of any vehicle designed to carry passengers. Okay.
ഇത്രയും സർവീസസ് ആണ് സ്പെസിഫൈഡ് സർവീസസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. GTA സർവീസ്, ഗൂഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി സർവീസ്, നെക്സ്റ്റ് ലീഗൽ സർവീസ്, നെക്സ്റ്റ് ആർബിട്രൽ സർവീസ്, നെക്സ്റ്റ് സ്പോൺസർഷിപ്പ് സർവീസ്, ഗവൺമെന്റ് സർവീസ്, സർവീസസ് ബൈ എ ഡയറക്റ്റഡ് ടു എ കമ്പനി, ഇൻഷുറൻസ് ഏജന്റ് സർവീസ്, റിക്കവറി ഏജന്റ് സർവീസ്, കോപ്പിറൈറ്റ് സർവീസ്, നെക്സ്റ്റ് business facilitator service, an agent of business correspondence, security services, renting of any vehicle designed to carry passengers. Three services are specified services. ഒരു അഡീഷണൽ ആയിട്ട് സ്പെസിഫൈഡ് സർവീസസ് ഉണ്ട്. അഡീഷണൽ സ്പെസിഫൈഡ് സർവീസസ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അഡീഷണൽ സ്പെസിഫൈഡ് സർവീസസ് ആണ് അഡീഷണൽ സ്പെസിഫൈഡ് സർവീസ് ഒന്നുണ്ട്. എന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസസ്. സർവീസസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന കേസിലും റിവേഴ്സ് ചാർജ് മെക്കാനിസം അട്രാക്ട് ചെയ്യും. ആർക്കായിരിക്കും? ടാക്സ് ലയബിലിറ്റി റെസിപ്പിയന്റിന് ആയിരിക്കും. ഒരു നോൺ ടാക്സബിൾ ടെറിട്ടറിയിൽ ടാക്സബിൾ ടെറിട്ടറിയിലേക്ക് സർവീസ് വരികയാണ്. അപ്പോൾ ടാക്സബിൾ ടെറിട്ടറിയിലുള്ള ആൾക്കായിരിക്കും ടാക്സ് ലയബിലിറ്റി ആയിട്ട് റെസിപ്പിയന്റിന്. ഓക്കെ, ഇതിൽ നമ്മൾ ജസ്റ്റ് ഹെഡിങ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓരോ സർവീസസിന് ജസ്റ്റ് സർവീസസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഡീപ്പായിട്ട് പോയിട്ടില്ല. എന്തെങ്കിലും കൺഫ്യൂഷൻ ഏതെങ്കിലും മേഖലയിൽ വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിന് പ്രോപ്പർ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.